എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പഴയ നൈറ്റ് കൊണ്ടൊരു പല്ലാസോ പാൻറ്റാണ് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം താണ്ടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നൈറ്റ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഇടുക. അതിന് നേരെ മീതെ തന്നെ നമ്മളുടെ ഒരു പല്ലാസോ പഴയ പാൻറ്റ് അളവിന് വേണ്ടി വെക്കുക. എന്നിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് വെട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ സെൻറ്റർ പോയിന്റ് വരുന്ന ഭാഗം നല്ല രീതിയിൽ കാണുന്ന രീതിയിൽ തന്നെ ഒന്ന് വെട്ടിയെടുക്കേണ്ടത്. ഈ ത്രികോണം പോലെ നിൽക്കുന്നത് കണ്ടോ, അത്. അപ്പോൾ നമുക്കത് വെട്ടി കഴിയുമ്പോൾ ഇതുപോലെ രണ്ട് പീസായിട്ട് കിട്ടും. കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ നേരെ കാണുന്ന ഫസ്റ്റിലത്തെ രണ്ട് ത്രികോണം കണക്കുള്ള പീസ് ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ നിങ്ങൾ രണ്ട് പീസ് ഇങ്ങനെ നൂത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ആ സെൻറ്ററിൽ തന്നെ ആ ത്രികോണം കണക്കാ വരുന്ന ആ സെൻറ്റർ പോയിന്റ് ആ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ തയ്ച്ചെടുത്തിട്ട് തൊട്ട് അതിൻ്റെ ബാക്കിലും അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം വരെ, ആ ത്രികോണം കണക്ക് വരുന്ന ആ ഒരു ഭാഗം വരെ നമ്മൾ കൃത്യം ആ ഒരു പോയിന്റ് നേരെ തന്നെ ലെവലിന് ഇനി അടുത്ത ബാക്കിൽ വെച്ച് കേട്ടോ അവിടം വരെ നമ്മൾ അടിക്കാൻ പോവാണ്. പിന്നെയാണ് നമ്മൾ കാലിൻ്റെ ഭാഗം വരുന്നെടുത്തോട്ട് നമ്മൾ അടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത്രയും അടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ അടിനൂല് തീർന്നു പോയിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ബോബൻ എടുത്തിട്ട് നേരെ അടിനൂല് ചുറ്റുന്നതാണ് കാണുന്നത് കേട്ടോ. തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ പണികൾ കിട്ടുന്നത്. അങ്ങനെ അടിനൂലൊക്കെ സെറ്റാക്കിയത് വീണ്ടും തയ്ക്കുകയാണ്. അങ്ങനെ കണ്ടോ സെൻറ്റർ ഭാഗം വരെ നമ്മൾ തയ്ച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി അതിനുശേഷമാണ് നമ്മുടെ പല്ലാസോ പാൻറ്റിൻ്റെ ബാക്കി, അതായത് രണ്ട് കാലിൻ്റെയും സൈഡിൽ നമ്മൾ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഭയങ്കര ലെങ്തി ഉണ്ടായിരുന്നു, 41 മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോർട്സിലാണെങ്കിൽ നമുക്ക് ആകെപ്പാട് 3 മിനിറ്റ് മാത്രമേ വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 3 മിനിറ്റ് ആയിട്ട് വളരെ ചുരുക്കിയാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചേ മനസ്സിലാവത്തുള്ളൂ. നമ്മളുടെ പല്ലാസോ പാൻറ്റ് ആണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. പഴയ നൈറ്റിയിൽ നിന്നുമാണ് ഈ പല്ലാസോ പാൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കിക്കേ, കണ്ടോ നിങ്ങൾ, ഇതാണ് നമ്മുടെ പല്ലാസോ പാൻറ്റ്. അപ്പൊ ഇതിന് എലാസ്റ്റിക് വെക്കേണ്ടവർക്കാണ് എലാസ്റ്റിക് വെക്കാം. ഞാനിപ്പോ ഇവിടെ സാധാരണ രീതിയിൽ ഒരു വള്ളിയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പട്ടയൊന്നും വെക്കുന്നില്ല ഞാൻ. ഇത് തന്നെ ഒന്ന് സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി നമുക്ക് അടിച്ചെടുക്കാം റൗണ്ടിൽ. നമുക്ക് ഇലാസ്റ്റിക് ഉണ്ടെങ്കിൽ ഇലാസ്റ്റിക് പട്ടയിൽ വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബാക്കി നൈറ്റിയുടെ തുണികൾ ഞാൻ ഇതുപോലെ പല പീസുകളായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് മടക്കി അടിച്ച് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പാൻറ്റിന് ഇടാനുള്ള വള്ളിയാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഈ വള്ളി ഇടാനായിട്ട് ആ പാൻറ്റിൻ്റെ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ വള്ളിക്ക് അതൊരു പിന്നും കയറ്റിയിട്ട് നമ്മൾ വള്ളി ഇവിടെ ചുരുട്ടി ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. നൈറ്റി കൊണ്ടാണ് ഞാൻ ഈ പല്ലാസോ പാൻറ്റ് ഇവിടെ തയ്യാറാക്കി കേട്ടോ. അപ്പൊ നമ്മള് ഇലാസ്റ്റിക്കിന് പകരം കണ്ട ഞാൻ ഒരു വള്ളിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ പല്ലാസോ പാൻറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ട ഞാനപ്പോ ഈ പാൻറ്റ് ഇട്ടോ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഫ്രോക്ക് നൈറ്റി ആയിരുന്നു ഇട്ടിരുന്നത്. അതൊക്കെ മാറ്റിയിട്ട് താണ്ട പല്ലാസോ പാൻറ്റിന്റെ കൂടെ ഒരു ടീഷർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പഴയ നൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ പല്ലാസോ പാൻറ്റ് ഇവിടെ തയ്യാറാക്കിയത്. അപ്പോൾ ഇതുപോലെ ഒരു ടീഷർട്ടൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, പഴയ നൈറ്റ് വെച്ച് പല്ലാസോ പാൻറ്റ് ഉണ്ടാക്കിയാൽ നമുക്ക് വീട്ടിൽ ഇടാനായിട്ട് ഒരു ടീഷർട്ടും ഒരു പല്ലാസോ പാൻറ്റും അടിപൊളിയായിട്ട് റെഡിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ കൂട്ടുകാരെ, ടാറ്റ.